വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അണ്ടർടോൺ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ലിപ്സ്റ്റിക് ആയി കഴിഞ്ഞാലും കോമ്പാക്ട് പൗഡർ, ഫൗണ്ടേഷൻ, CC ക്രീം, BB ക്രീം ഏതായാലും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ജ്വല്ലറി ആയി കഴിഞ്ഞാലും ഡ്രസ്സ് ആയി കഴിഞ്ഞാലും നമുക്ക് പറ്റിയ കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അതായത് നമ്മളെ ബോഡിക്ക് മാച്ച് ആയിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ഡ്രസ്സിൻ്റെ എല്ലാം കാര്യമാണെങ്കിൽ, ഇപ്പം അതുപോലെ തന്നെ നമ്മളെ ഫേസിന് പറ്റിയതാണെങ്കിൽ നമുക്കിപ്പം ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക് എല്ലാം ആണെങ്കിൽ അതും നമുക്ക് പറ്റിയത് തന്നെ നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു 3 പ്രോഡക്റ്റിൻ്റെ ഒരു എൻ്റെത് വാം അണ്ടർടോണാണ്. അപ്പോൾ ആ ഒരു ഇതിൽ വരുന്ന 3 പ്രോഡക്റ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ കറക്റ്റ് ഷെയ്ഡ് നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫേസിൽ അങ്ങനെ പുട്ടിയിട്ട പോലെ ഉണ്ടാവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാകും. നമ്മളെ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് കാണുമ്പോൾ ചില സമയത്ത് നമുക്ക് ലൈറ്റ് കളറായിട്ടോ ഡാർക്ക് കളറായിട്ടോ തോന്നും. പക്ഷെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെ സെയിം കളറായിരിക്കും കിട്ടുക നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഒന്നും ആരും ആക്കില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. അപ്പം ആദ്യത്തത് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു എൻവൈബേൻ്റെ കോമ്പാക്ട് പൗഡറാണ്. ഈ എൻവൈബേൻ്റെ കോമ്പാക്ട് പൗഡർ എന്ന് പറയുന്നത് 2 ഫയർ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 229 ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫെയർ ബീച്ച് എന്ന് പറയുന്നത് വാം അണ്ടർടോൺ ഉള്ളവർക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു കളറാണ്. അതുപോലെ തന്നെ ഇത് ഫെയർ ടു ലൈറ്റും, ലൈറ്റ് ടു മീഡിയം അങ്ങനെയൊക്കെ പറ്റും തോന്നും. കാരണം നിങ്ങൾക്ക് ഇത് ഏതാണ് അണ്ടർടോൺ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കിൻ ടൈപ്പ്, അതായത് നമ്മുടെ സ്കിൻ ടോണും കൂടി നോക്കിയതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുന്നത്, ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനിത് നന്നായിട്ട് കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ ഫേസിൽ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. പ്രത്യേകിച്ചിട്ട് ഞാൻ ഒന്നും ഇട്ടതുപോലെ തോന്നില്ല, അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. എനിക്ക് ഇത് കണ്ട ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഇത് കുറച്ചും കൂടി നമുക്ക് മാറ്റ് ഫിനിഷ് ആയിട്ട് കിട്ടും. ആ ഒരു ചെറിയൊരു ഗ്ലോ പോലെയുള്ളതല്ല നിങ്ങൾക്ക്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് നമ്മളെ ഫേസിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ഫേസിൽ പ്രത്യേകിച്ചിട്ട് ഇപ്പം നന്നായിട്ട് ഡാർക്ക് സ്പോട്ട്സ്, ആക്നെ മാർക്സ്, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്തതെന്ന് വെച്ചിട്ട് അതൊന്നും പോവില്ല, അതൊന്നും അങ്ങനെ കവറേജ് ഒന്നും നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ചില ഇപ്പം എന്താ പറയുക, ചില ഫൗണ്ടേഷൻസിലുണ്ട് നമുക്ക് നന്നായിട്ട് കവറേജ് ചെയ്യുന്നത്. അതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കവറേജ് കിട്ടും നമുക്ക്. അങ്ങനെ പിമ്പിൾസിൻ്റെ മാർക്സോ പിന്നെ അങ്ങനെയൊന്നും കാണാത്ത തരത്തിൽ ഇത് അപ്ലൈ ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഓപ്പൺ പോർസ് ആയാലും ശരി, എന്തെങ്കിലും മാർക്സ്, മെയിനായിട്ട് പിമ്പിൾസ് വന്ന മാർക്സ്, പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ചിട്ട് നമുക്കൊരു ഫേസിൽ മാറ്റമൊന്നും കിട്ടില്ല. പക്ഷേ ഫേസ് നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു ഫേസ് നന്നായിട്ടൊരു ബ്രൈറ്റ് ആയ പോലെയല്ല നമുക്ക് തോന്നും. പക്ഷെ നമ്മളൊരു സ്കിൻ ടോൺ ഈ ഒരു പ്രോഡക്റ്റ് മാറ്റുകയും ചെയ്യില്ല. സ്കിൻ ടോൺ അതുപോലെ തന്നെ ഉണ്ടാകും. പക്ഷെ എനിക്ക് അതിനൊന്നും ഒരു മാറ്റം വരാണ്ട് നമ്മളെ ഫേസ് നല്ലൊരു എന്താ പറയുക, ഒരു ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു മാറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. പ്രത്യേകിച്ചിട്ട് ഇത് നമ്മളെ സ്കിൻ ലൈറ്റൻ ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്യില്ല ഈ ഒരു പ്രോഡക്റ്റ്. പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവൈബേൻ്റെ BB ക്രീമാണ്. ഇത് ഞാൻ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. എന്തെങ്കിലും അത്യാവശ്യ ഫംഗ്ഷനെല്ലാം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 02 വിപ്ഡ് ക്രീമാണ്. വിപ്ഡ് ക്രീം, WHIPPED വിപ്ഡ് ക്രീം എന്ന് തന്നെ എനിക്ക് പറയാം. വിപ്ഡ് ക്രീം 25 ഗ്രാമാണിത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 239 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫേസിൽ നന്നായിട്ട് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കിൻ നല്ല ഈവൻ ടോൺ ചെയ്യും. പിന്നെ പറഞ്ഞിട്ടുള്ളത് കൺസീൽ ബ്ലെമിഷസ്. നമുക്കിപ്പോൾ ചെറിയൊരു
കൺസീലൊക്കെ തരും. നമ്മളിപ്പോൾ കൺസീലറൊന്നും ഉപയോഗിക്കാത്തവരാണെങ്കിൽ ചെറിയ മാർക്കെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈ BB ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോകുന്നതാണ് പറയുന്നത്. ചെറിയൊരു മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത്, അങ്ങനെ ഭയങ്കരമായിട്ടുള്ളതൊന്നും പോവില്ല. ഇത് യൂസ് ചെയ്യുന്ന ടൈം ഞാൻ അധികം കോമ്പാക്റ്റ് ചെയ്യാറില്ല. കാരണം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ഫേസിലൊരു ഗ്ലോ പോലെയെല്ലാം ഉണ്ടാകും. അപ്പം നമ്മൾ മാറ്റ് ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷ് കിട്ടും. ഇനി അഥവാ അത് വേണ്ട, ഈ ഒരു കവറേജ് നമുക്ക് ചെറിയൊരു കവറേജെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ചില സമയത്ത് എനിക്ക് ഈ ഒരു ഭാഗത്ത് പിമ്പിൾസ് വരാറുണ്ട്, ചെറുങ്ങനാണ്. അപ്പോൾ അത് നമുക്ക് കവർ അങ്ങനെ ഒരുപാട് രീതിയിൽ കവറൊന്നും കിട്ടില്ല. നമുക്ക് ചെറിയൊരു രീതിയിൽ ലൈറ്റായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും. നമുക്ക് അതിനെ ഒരു കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് കുറച്ച് എൻ്റെ ഫേസിനെക്കാട്ടിയും ഡാർക്കായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ എങ്കിലും ഞാനിവിടെ ഇങ്ങനെ ഇട്ടിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്ര പാട് കവറേജ് ഒന്നും ഇല്ലാത്തതാണ്. അത്രയും ചെറിയ കവറേജ് തരും. ഇത് കണ്ടാൽ മനസ്സിലാവും ഇത് എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള BB ക്രീമാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ഡാർക്കായിട്ട് തോന്നുമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഫേസിലൊന്നും ഇട്ടിനെന്ന് തോന്നുക വരെയില്ല നിങ്ങൾക്ക്. പക്ഷേ ഇവിടെ ചെറിയൊരു ഗ്ലോ പോലെ തോന്നും. അങ്ങനെ വലിയ ഗ്ലോ ഒന്നും ഉണ്ടാവില്ല. നമുക്കിനി കുറച്ചും കൂടി കവറേജ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ കോമ്പാക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി കവറേജ് കിട്ടും. കുറച്ച് നിങ്ങൾക്ക് അത് ഡിമ്മായ പോലെ തോന്നും. പക്ഷേ എങ്കിൽ ഈ ഒരു സംഭവം ഒന്നും പോവില്ല. ചില സമയത്ത് ചില ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം പോകും. കാരണം ഞാൻ ഫൗണ്ടേഷൻ ഉപയോഗിക്കാത്തതുകൊണ്ട് അറിയില്ല. കാരണം ചിലവരെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ കാണാൻ ചില ഫൗണ്ടേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കവറേജ് കിട്ടുന്ന ഫൗണ്ടേഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു കവറേജ് നിങ്ങൾക്ക് എത്രയുണ്ട് എന്നിപ്പോൾ മനസ്സിലായില്ലേ? അത്യാവശ്യം വളരെ കുറച്ച് കവറേജേ ഉള്ളൂ ഇതിന്. ഇത് നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും നമുക്കൊരു ഇപ്പോൾ കോമ്പാക്റ്റ് യൂസ് ചെയ്യാണ്ട് ഇത് മാത്രം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നവരാണെങ്കിൽ ഇത് മാത്രം അപ്ലൈ ചെയ്യുക. പക്ഷേ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാത്തതുകൊണ്ടാണ്. ഇത് ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഫേസ് നല്ലൊരു ഗ്ലോ ഉണ്ടാവും, അതുപോലെ തന്നെ ഈവൻ ടോണായിട്ട് ഉണ്ടാകും. നമുക്കിപ്പം ചില ഡിസ്കളറേഷൻ പോലെയെല്ലാം ഉണ്ടാവില്ലേ ഫേസിലും നെക്കിലെല്ലാം. അപ്പോൾ അങ്ങനെയെല്ലാം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഓക്കെയാണ്. പക്ഷെ നല്ല പ്രൊഡക്റ്റാണ്. ഓവറായിട്ട് കവറേജ് ഒന്നും ഇല്ല. ഇത് ഓവറായിട്ടുള്ള കവറേജ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് അത്രയും കവറേജ് വേണ്ട. നമ്മുടെ ഫേസിൽ വേറെ ഡാർക്ക് മാർക്സോ ഡാർക്ക് സർക്കിൾസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കൂടുതലായിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് മതിയാകും. പിന്നെയുള്ളത് ലാക്മേൻ്റെ 925 CC ക്രീമാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് 01 ബീച്ചാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പ്രൈസ് ഇവിടെ കാണുന്നില്ല. ഇതും ഏകദേശം ഒരു 200 ആ ഒരു റേഞ്ചിൽ വരുന്നത്. 209 ഗ്രാമാണ് ഇവിടെ. 30 ഗ്രാം. യെസ്, ഇത് 30 ഗ്രാമാണ്. SPF ഉണ്ട്. ഈ ഒരു സംഭവത്തിലും SPF ഉണ്ട്. ഇത് ഏകദേശം തീർന്നു. കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ. നമുക്ക് കുറച്ചും കൂടി നല്ല ഡാർക്കായിട്ട് തോന്നും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇട്ടാൽ മതി. നമുക്കത് ഇട്ടിട്ട് കാണുമ്പോൾ കുറച്ചൊരു ഡാർക്കായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ മനസ്സിലായി കാണുന്നതായിരിക്കും. അത് കുറച്ച് നല്ല കവറേജ് തരുന്ന ഒരു CC ക്രീമല്ല, CC ക്രീമാണ്. കുറച്ചിപ്പോൾ ചെറിയതായിട്ട് ഡാർക്ക് സർക്കിൾസ് എല്ലാം ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു കവറേജ് തരും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, കുറച്ചൊരു കവറേജ് തരുന്നത്. പക്ഷേ ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്ന ഒരു സംഭവമാണ്. എൻ്റെ ഫേസിൻ്റെ ഏകദേശം ആ കളർ സെയിം കളറാണ്. ഓക്കെ, അങ്ങനെ പുട്ടിയിട്ട പോലെ തോന്നില്ല. പക്ഷെ അത്യാവശ്യം നമുക്ക് കവറേജും തരും. ഇതാണ് പറയുന്നത്. നമ്മൾ അണ്ടർടോൺ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇങ്ങനെയുള്ള സംഭവം CC ക്രീം ആയാലും ഫൗണ്ടേഷൻ ആയാലും ലിപ്സ്റ്റിക് ആയാലും എന്തെന്നായാലും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളത് കിട്ടുന്നു.
അപ്പോൾ ഇത് 3 വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വ്യത്യാസം മനസ്സിലായില്ല. എൻ്റെ ഒരു വാം അണ്ടർടോണിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഓരോ പ്രോഡക്റ്റ്സും എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക.